നേരെ റിമി ചേച്ചിയിലേക്ക് വരികയാണ്. അങ്ങനെ എന്തെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടാറുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുക എന്നുള്ള ഭയങ്കര ഒരു ആവേശമാണ്. ക്രിസ്മസ് ട്രീയിൽ നമ്മളിങ്ങനെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ വിചാരം നമ്മൾക്ക് ആരെയായിരിക്കും കിട്ടുന്ന, അവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു ഇതാണല്ലോ. വീട്ടിലും നടത്താറുണ്ട്, സ്കൂളിലൊക്കെ. ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര, എന്നിട്ട് ഗിഫ്റ്റ് മേടിച്ച് വെക്കുക. ആ ദിവസം നമുക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടുന്നത്? പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വെളുപ്പിനുള്ള കുർബാന, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോ ആ കള്ളപ്പവും ഇറച്ചിക്കറിയും വീട്ടിലിങ്ങനെ ആ മണവും അടിച്ച് ചെല്ലുക. അപ്പൊ വിചാരിക്കും ആ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ കുർബാനയിൽ ഉടനീളം ഈ ഇറച്ചിക്കറി അപ്പത്തിന്റെ മണം ഇങ്ങനെ വന്നോണ്ട് കുർബാന ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാ മതി എന്നുള്ളൊരു ഇത്. നല്ലൊരു പാട്ട് പള്ളിയിലൊക്കെ പാടാറില്ല. ഓക്കെ, എനിക്ക് എന്റെ മനസ്സിലായി. ഈ അടുത്ത് ഞാൻ അത് യൂട്യൂബിൽ ഒരു കവർ സോങ് ആയിട്ടും ചെയ്തു. ശരി, നമുക്ക് കുറച്ചു നേരം ഈ ഗെയിമും കളികളിലും കർത്താവിനെ സ്തുതിക്കാം കേട്ടോ. നമ്മുടെ എല്ലാ ചീത്ത സ്വഭാവവും മാറ്റിവെച്ച് നാളെ തൊട്ട് നല്ലൊരു കുഞ്ഞേടായി മാറുമെന്നുള്ളൊരു നിങ്ങളും ഞാനും എല്ലാം ഒരേപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലോട്ട് കടക്കാം. വിശ്വം കാക്കുന്ന നാഥ, അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എന്റെ കണ്ണുനീർ, അന്യനാണെങ്കിലും എന്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വേകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. ഉറങ്ങി സ്വന്തമായിട്ട് പാടിയിട്ട് സ്വന്തമായിട്ട് ഉറങ്ങുകയാണല്ലേ. ഭയങ്കര രസമായിരുന്നു. എനിക്കൊരു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ജഡ്ജ്മെന്റ് ആ മുറുക്കി തുപ്പരുതേ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കന്യാസ്ത്രീ നിന്ന് പാടുന്ന ഒരു ഫീല്. അവ കണ്ണട വെച്ചില്ല ഇന്ന്. ഇതൊക്കെ ഇത്രയും മേക്കപ്പ് ഇട്ട് സ്റ്റൈലായിട്ട് അല്ലല്ല, അതിന്റെ ഒരു പവിത്രതയാണ് ആവാനായിട്ട് പോയിട്ടുണ്ട്. പള്ളിയിലെ സജീവ ഒരാളായതുകൊണ്ട് ഈ പറഞ്ഞ സിസ്റ്റേഴ്സിന്റെ ഉടുപ്പിടിയിൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കന്യാസ്ത്രീ ആവുന്ന ഒരു ഫംഗ്ഷൻ തൊട്ട് അവിടെ ആയിരുന്നു ഞാൻ. അപ്പൊ സിസ്റ്റർ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പിടിച്ചിടാം, തളച്ചിടാം. കന്യാസ്ത്രീ മാലാഖയാണ് ഉദ്ദേശിച്ചത്. ഒരു ബന്ധമില്ല. കന്യാസ്ത്രീ മാലാഖയൊക്കെ അടുത്തടുത്ത് ബന്ധമുള്ള ആളുകളാണ്. ഗാനത്തിന്റെ പവിത്രമായ ഭംഗി അതിനെ ഞാൻ ചൂണ്ടിക്കാണാം. അതെന്നാ അറിയാം, അവിടെ മരത്തിന്റെ ഒക്കെ കൂടെ ഇരിക്കുന്ന ആരുകൊണ്ടാ ഈ സെറ്റ് ഉണ്ടല്ലോ. ഓഹ്, എന്ത് രസമാണ് ഇവിടെ ഇരുന്ന്. സത്യം പറഞ്ഞാൽ ഇത് തീരാൻ തോന്നില്ല എനിക്ക്. എന്താ ഒന്നാമത് കാര്യത്തിൽ ഈ മഞ്ഞ്, ഈ ക്രിസ്മസ് ലൈറ്റ്, ക്രിസ്മസ് ട്രീ, ഈ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ചെമ്മരിയാടൊക്കെ എത്ര നേരം നോക്കി നിൽക്കും. നിങ്ങൾ വല്ലതും കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പുറകിന് എത്ര പുറകെ നോക്കി. കേട്ടില്ലേ, ക്രിസ്മസിന് ഞാൻ കണ്ടതിൽ വെച്ച് ഗംഭീര സെറ്റ്. നമ്മുടെ സ്റ്റാർ മാജിക് ആർട്ട് ടീം ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലവേഴ്സും കൂടെ ഒന്ന് വെച്ചു. ആടിനൊക്കെ ലേലം വിളിച്ചേക്കാന്ന് പെരുന്നാളിന് വെട്ടാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. കുസൃതി ചോദ്യം അല്ലേ? മരുന്നിരിക്കാണ്ടപ്പോ ഞങ്ങൾ PSC ക്ക് വന്നിരിക്കണം.